പ്രിയ ശ്രോതാക്കളെ, ദ സ്റ്റോറി ഓഫ് ദി സെയിൻസിൻ്റെ 271 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ എലിയൂത്തേസിന് ശേഷം ഈ ആഴ്ച വിശുദ്ധ ക്ലൗഡിനെ കുറിച്ചാണ്. വിശുദ്ധ ക്ലോറ്റിൻഡായുടെയും മൂത്ത മകനും ഓർലീൻസിലെ രാജാവുമായിരുന്ന ക്ലോറിഡോമിൻ്റെ പുത്രനായിരുന്നു വിശുദ്ധ ക്ലൗഡ്. 522 വിശുദ്ധൻ്റെ ജനനം. ബൂർക്കുണ്ടിയിൽ വെച്ച് വിശുദ്ധൻ്റെ പിതാവ് കൊല്ലപ്പെടുമ്പോൾ വിശുദ്ധന് വെറും 3 വയസ്സ് മാത്രമായിരുന്നു പ്രായം. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ അമ്മൂമ്മ വിശുദ്ധ ക്ലോറ്റിൽഡ വിശുദ്ധയെയും അദ്ദേഹത്തിൻ്റെ 2 സഹോദരന്മാരെയും പാരീസിൽ അത്യധികം സ്നേഹത്തോടുകൂടെ തന്നെ വളർത്തി. എന്നാൽ അവരുടെ അതിമോഹിയായ അമ്മാവൻ ഓർലീൻസ് രാജ്യം സ്വന്തമാക്കുകയും അത് തങ്ങൾക്കായി വിഭജിക്കുകയും ചെയ്തു. അതിനായി വിശുദ്ധ ക്ലെറാഡിൻ്റെ 2 സഹോദരന്മാരെയും സ്വന്തം കരങ്ങളാൽ ക്രൂരനായ ആ അമ്മാവൻ കൊലപ്പെടുത്തുകയുണ്ടായി. ഒരു പ്രത്യേക ദൈവനിയോഗത്താൽ വിശുദ്ധ ക്ലൗഡ് ആ കൂട്ടക്കൊലയിൽ നിന്നും രക്ഷപ്പെടുകയും പിന്നീട് ലോകത്തിൻ്റെ ഭൗതികത ഉപേക്ഷിച്ച് ദൈവസേവനത്തിനായി സ്വയം സമർപ്പിച്ചുകൊണ്ട് ആശ്രമപരമായ ജീവിതം നയിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. അതേ തുടർന്ന് പാരീസിന് സമീപം സന്യാസ ജീവിതം നയിച്ചു വന്നിരുന്ന വിശുദ്ധ സെവേരിയൂസ് എന്ന സന്യാസിയുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു. വിശുദ്ധ സെവേരിയൂസിൻ്റെ കയ്യിൽ നിന്നാണ് വിശുദ്ധ ക്ലൗഡ് സന്യാസ വസ്ത്രം സ്വീകരിക്കുന്നത്. പിന്നീട് ലോകത്തിൽ നിന്നും അകന്നു മാറി ഏകാന്തമായ ജീവിതം നയിക്കാമെന്ന ആഗ്രഹവുമായി വിശുദ്ധൻ പ്രോവൻസിലേക്ക് പോവുകയും അവിടെ രഹസ്യമായി താമസിക്കുകയും ചെയ്തു. എന്നാൽ കാലക്രമേണ അദ്ദേഹത്തിൻ്റെ ആശ്രമം പൊതുജന ശ്രദ്ധ ആകർഷിച്ചതോടെ വിശുദ്ധൻ പാരീസിലേക്ക് തിരികെ പോരുകയും പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത വിധം ആഹ്ലാദാരവങ്ങളോടുകൂടി അവിടുത്തെ ജനങ്ങൾ വിശുദ്ധനെ സ്വീകരിക്കുകയും ചെയ്തു. അവിടുത്തെ ജനങ്ങളുടെ നിരന്തരമായ അപേക്ഷയുടെ ഫലമായി 551 വിശുദ്ധൻ പാരീസിലെ മെത്രാനായിരുന്ന യൂസേബിയൂസിന്റെ പക്കൽ നിന്നും പൗരോഹിത്യ പട്ടം സ്വീകരിക്കുകയുണ്ടായി. വിശുദ്ധ ശുശ്രൂഷകളുമായി കുറെ കാലം അവിടുത്തെ ദേവാലയത്തിൽ വിശുദ്ധൻ ചെലവഴിച്ചു. പിന്നീട് വിശുദ്ധൻ പാരീസിൽ നിന്നും 2 കാതം അകലെയുള്ള സെന്റ് ക്ലൗഡിലേക്ക് പോവുകയും അവിടെ ഒരു ആശ്രമം പണികഴിപ്പിക്കുകയും ചെയ്തു. ഈ ലോകത്തെ ഭൗതികതയിൽ തങ്ങളുടെ ആത്മാക്കളെ നഷ്ടമാകുമോ എന്ന് ഭയപ്പെട്ടിരുന്ന കുറെ ദൈവഭക്തരായ ആളുകൾ ഒരുമിച്ചുകൂടി ഒരു സന്യാസ സമൂഹമായി അവിടെ ജീവിച്ചു. വിശുദ്ധ ക്ലൗഡിനെയായിരുന്നു അവർ തങ്ങളുടെ സുപ്പീരിയറായി പരിഗണിച്ചു പോന്നിരുന്നത്. വിശുദ്ധനാകട്ടെ തൻ്റെ വാക്കുകളാലും ജീവിത മാതൃകയാലും അവരെ നന്മയിലേക്ക് നയിക്കുകയും ചെയ്തു. തൻ്റെ രാജ്യത്തെ മാത്രമല്ല അയൽ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് പോലും വേണ്ട ഉപദേശങ്ങളും പ്രചോദനവും നൽകുന്ന കാര്യത്തിൽ വിശുദ്ധൻ ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല. ഏതാണ്ട് 560 വിശുദ്ധൻ കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു. ഫ്രാൻസിലെ ആദ്യകാല രാജകീയ കുടുംബങ്ങളിൽ നിന്നും വിശുദ്ധരാക്കപ്പെട്ട രാജകുമാരന്മാരിൽ പ്രഥമനായിരുന്നു വിശുദ്ധ ക്ലൗഡ്. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. താൽക്കാലിക സന്തോഷങ്ങൾക്കപ്പുറം നിലനിൽക്കുന്ന സന്തോഷങ്ങൾക്ക് പ്രാധാന്യം നൽകാം. ചിലതൊക്കെ നിലനിൽക്കണം, എന്നും അതിൻ്റെ പൂർണ്ണതയിൽ. ഏവർക്കും നന്ദി.